നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗോപിയേട്ടാ, ഇതന്നെ അമ്പലം. മോന്റെയും വസുന്റെയും കാറുകൾ കിടക്കുന്നു. അതെ, ഇവിടെ തന്നെ കല്യാണം നടക്കുന്നു. അവരെല്ലാരും ഇവിടെ ഉണ്ട്. ഇറങ്ങാം. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? എന്താണ് മോനെ ഇത്? നിനക്കിത് എന്താ പറ്റിയത്? എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നത്? നിന്നോട് ഇത് വേണ്ട വേണ്ടെന്ന് ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞതാ. ഒന്നും കേൾക്കാതെ നീ കല്യാണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതല്ലേ? വേണ്ട, ഇവിടെ വെച്ച് എങ്ങനെയൊന്നും സംസാരിക്കണ്ട. വാ, ഇവനെ കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. പ്രശ്നം ഉണ്ടാക്കരുത്. അവനെ വിട്ടിട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ അനിയന് കല്യാണം നടത്തി കൊടുക്കാൻ താൻ ആരാടോ? കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ഈശ്വരമംഗലത്തേക്ക് വന്നു കയറിയതല്ല. ഈ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് ഇവനാണ് എന്റെ വീട്ടിലേക്ക് വന്നത്. വന്ന് സഹായിക്കണമെന്ന് യാചിച്ചത്. ഒന്ന് പോടോ. തന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ആളൊന്നും അല്ലല്ലോ. ബിസിനസ്സിൽ എന്നെ തോൽപ്പിക്കാനാവില്ലെന്നായപ്പോ തരംതാണ തറപ്പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. പ്രണവിന്റെ കല്യാണം എങ്ങനെ നടത്തണമെന്നും എപ്പോ നടത്തണമെന്നും ആരുടെ കൂടെ നടത്തണമെന്നും ഞങ്ങൾക്കറിയാം. താൻ തന്റെ പാട് നോക്കി പോടോ. പോടോ. നീ അത്ര ഉത്തരവാദിത്തമുള്ള ഒരു ചേട്ടനായിരുന്നെങ്കിൽ പ്രണവ് അഭയം ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വരില്ലായിരുന്നു. ഇത് നിന്റെ അനുജനെന്ന് പറയാനുള്ള അവകാശം പോലും സത്യത്തിൽ നിനക്കില്ല. വന്ന വഴിക്ക് തിരിച്ചു പോവാൻ നോക്ക്. അതെ, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാ. അതുകൊണ്ട് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. ആദ്യം ഇവിടുന്ന് പുറത്തു പോകേണ്ടത് നിങ്ങൾ രണ്ടുപേരുവാ. ഈ കല്യാണം നടത്തി കൊടുക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു വിചാരിക്കണ്ട. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് അവന്റെ സമാധാനം കെടുത്തിട്ട് അടങ്ങൂ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണോ ഭാര്യയും ഭർത്താവും കൂടി? നാണമില്ലേ നിങ്ങൾക്ക്? ചന്ദ്രബോസേ, താൻ ആവശ്യമില്ലാത്ത പണിയായി കാണിക്കുന്നേ. പ്രണവിനെ വിട്ടേക്ക്, അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കൂടുതലൊന്നും നിങ്ങൾ ഇനി നോക്കണ്ട. ഇവരെ ഇവിടം വരെ എത്തിക്കാൻ ഞങ്ങൾക്കാവുമെങ്കിൽ കല്യാണം നടത്താനും ഞങ്ങൾക്കറിയാം. പറ്റുമെങ്കിൽ സഹകരിക്കുക. ഇവരെ മണ്ഡപത്തിൽ കയറ്റിയിരുത്തി നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങ് നടത്തി കൊടുക്കാന്നേ. പ്രണവേ, നിന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടത്. നാണം കെടുത്തരുത്. നീ ശിവാനിയെ വിളിച്ച് മണ്ഡപത്തിൽ കയറിയിരിക്കെ. എന്തിനാ നോക്കി നിൽക്കുന്നേ? കയറിയിരിക്കെ. ഞങ്ങളെ തോൽപ്പിക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴി കണ്ടില്ലേ ചന്ദ്രബോസെ നിനക്ക്? അച്ഛനെന്തിനാ ഇയാളോട് സംസാരിക്കാൻ പോകുന്നത്? ഇവനെ നമ്മൾ ഒന്നിനും വിട്ടു കൊടുക്കില്ല. കൊണ്ടുപോന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. നടക്കടാ. നീ കാണിക്കുന്നത് വളരെ മോശമാണ് ഗൗതം. അമ്മേനെ മിണ്ടി പോകരുത്. ഈ വിവാഹം നടക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? ഈ ചതിയൻ CKCയുടെ കൂടെ ചേർന്ന് ഈശ്വരമംഗല കുടുംബത്തെ ദ്രോഹിച്ചു. ദ്രോഹം ചെയ്തത് ഞാനല്ല, നിധിയുടെ വാക്ക് കേട്ട് ഇറങ്ങിയ നീയാണ്. പ്രണവിന് ശിവാനിയെ ഇഷ്ടമാണ്. അതിനിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ്? അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ കൂടെ നിൽക്കുന്നു. നീയോ? നീ അവരെ തല്ലിപ്പിരിക്കാൻ നോക്കല്ലേ? അത് ദ്രോഹമല്ലേ? ആന്റി, സ്നേഹിക്കുന്നവരോടുള്ള വലിയ കരുണയൊന്നും കാണിക്കണ്ട ഇവിടെ. അങ്ങനെയാണെങ്കിൽ ആന്റി എന്തിനാ എന്നെയും ഗൗതമിനെ പിരിക്കാൻ ശ്രമിക്കുന്നത്? ആന്റിയുടെ ഉദ്ദേശം എന്താണെന്നും ലക്ഷ്യം എന്താണെന്നും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ അഭിനയിക്കാൻ നിൽക്കണ്ട. എന്നോടുള്ള പക പോക്കാൻ വേണ്ടി പ്രണവിന് ഒരിക്കലും യോജിക്കാത്ത ഇവളുമായിട്ടുള്ള കല്യാണം നടത്താൻ നോക്കിയതല്ലേ? അതെടി, അത് തന്നെ എന്റെ ലക്ഷ്യം. നിന്നെ ഈശ്വരമംഗലത്തുനിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും.
നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. പക്ഷെ അതേ നടക്കൂന്ന് ആഗ്രഹിക്കരുത്. നടന്നേ മതിയാവുന്ന വാശി പിടിക്കുകയും ചെയ്യരുത്. കാരണം എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. നിധി എന്റെ ഭാര്യയാണ്. ഞാനിവളെ എന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒരാഗ്രഹം നടക്കാൻ പോകുന്നില്ല. നോക്ക് വസു, നീ ഇതുവരെ ചെയ്തതിനെല്ലാം ഞാൻ കണ്ണടച്ച് തന്നിട്ടേ ഉള്ളൂ, സഹിച്ചിട്ടേ ഉള്ളൂ, ഒന്നിനും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെന്റെ മോന്, ഇവന്റെ ജീവിതമാ. വേണ്ട വസു, ഈ വാശിക്ക് നീ അങ്ങ് കളഞ്ഞേക്ക്. ഈ കല്യാണം നടക്കരുത്. ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. എടുത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വസു, നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഈശ്വരമംഗലത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ ഇപ്പൊ ചെയ്യുന്ന ഒറ്റ പ്രവൃത്തി, ഇതൊരെണ്ണം മതി എല്ലാ നന്മകളെയും മുഴുവൻ ഇല്ലാതാക്കാൻ. നിന്റെ ഏട്ടനായ ഞാൻ നിന്റെ മുമ്പിൽ യാചിക്കുകയാണ്. ഈ വിവാഹത്തിൽ നിന്ന് നീ പിന്മാറണം. ശിവാനി ഒരിക്കലും ഈശ്വരമംഗലത്തിന്റെ മരുമകളായി വരരുത്. നീ തന്നെ പ്രണവനെ തിരികെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം. നടക്കില്ല ഏട്ടാ, നടക്കില്ല, നടക്കില്ല. ഈ വിവാഹം നടത്തണമെന്നുള്ളത് എന്റെ ആവശ്യമല്ല. ആവശ്യപ്പെട്ടത് ഈ പ്രണവാണ്. ഇന്ന് ഒരു വട്ടം ചിലപ്പോ നിങ്ങൾക്ക് ഈ വിവാഹം മുടക്കാനാകും. പ്രണവിനെ തിരിച്ചു കൊണ്ടുപോകാനും പറ്റും. പക്ഷേ അവനെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ല. എന്തായാലും പ്രണവും ശിവാനി ഒന്നാവുക തന്നെ ചെയ്യും. അത് തടയാൻ ആരെ കൊണ്ടും പറ്റില്ല. അപ്പൊ പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതല്ലേ ഔചിത്യം? വസുന്ധര എന്നെ പറഞ്ഞതാ ശരി. എത്രയൊക്കെ നിങ്ങൾ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും എന്റെ മനസ്സിൽ ശിവാനി മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ശിവാനി മാത്രമായിരിക്കും. അമ്മ ഇനി ഒന്നും പറയണ്ടമ്മേ. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ ഭാര്യയുടെ സ്ഥാനത്ത് ശിവാനി തന്നെ ആയിരിക്കും. ഇപ്പൊ തൃപ്തിയായല്ലോ എല്ലാവർക്കും. നിന്റെ സ്വഭാവം പണ്ടേ എനിക്കറിയാം. ഒരു കാലത്തും എന്റെ മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകരുതെന്ന് നിനക്ക് നിർബന്ധമാണല്ലേ? ഇവളുടെ ജീവിതം നശിച്ചു കാണണമെന്ന് നിനക്ക് എന്താ ഇത്ര വാശി? അതെ, ഇവള് നന്നായി ജീവിക്കാൻ വേണ്ടിയല്ലല്ലോ ഈശ്വരമംഗലത്തെ മരുമകളായി പോകുന്നത്. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയല്ലേ? എല്ലാവരും ചേർന്ന് ഉണ്ടാക്കി വെച്ച പ്ലാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കല്യാണം നടത്തുന്നത് നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിൽ ഞാനും കൂട്ടു നിന്നേനെ. ഇവളുടെ സ്നേഹം സത്യമായിരുന്നെങ്കിൽ ആരെതിർത്താലും ഞാൻ സഹായിച്ചേനെ. ഞങ്ങളുടെ സ്നേഹം സത്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണോ?